കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ഗായകൻ അലോഷി യാദം 24-നോട് വിപ്ലവഗാനം ആലപിച്ചത് അവിടെയുണ്ടായിരുന്ന കാണികളുടെ ആവശ്യപ്രകാരമാണ്. ഗാനത്തിനിടെ ഡിവൈഎഫ്ഐ പതാക സ്ക്രീനിൽ വന്നതിൽ തനിക്ക് പങ്കില്ല. പരിപാടി ഏൽപ്പിച്ചത് വ്യാപാരികളുടെ സംഘടനയാണ്. പരിപാടികളിൽ വിപ്ലവഗാനങ്ങളും ഉൾപ്പെടാറുണ്ടെന്നും പരിപാടി ഏൽപ്പിച്ചവർക്ക് അറിയാമെന്നും അലോഷി യാദം 24-നോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടയ്ക്കൽ ക്ഷേത്രത്തിലെ കലാപരിപാടിയിലെ വിപ്ലവ ഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ആ ഗാനം ആലപിച്ച ഗായകൻ അലോഷി യാദം തന്നെ അതിന് മറുപടി പറയുകയാണ്. എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്? വലിയ സംഭവമല്ല, എനിക്ക് വിവാദം ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ അറിയുന്നു. സ്വാഭാവികമായിട്ടും അലോഷി പാടുന്നു എന്നുള്ള കൺസേർട്ടിനോടനുബന്ധിച്ച് സാധാരണ നടക്കാറുള്ള പരിപാടി തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഗാനങ്ങളും എനിക്കിഷ്ടമുള്ള കുറേ ബാബുരാജിൻ്റെയും മെഹബൂബിൻ്റെയും പോലെയുള്ള പഴയ പാട്ടുകൾ അതൊക്കെ പാടി വന്നു. പിന്നെ കുറേ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ആവശ്യപ്പെടുമല്ലോ, ഞങ്ങൾക്ക് ഇന്ന പാട്ട് വേണം, ഇന്ന പാട്ട് കേൾക്കണം. ഞാൻ പാടാൻ ചെല്ലുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന കുറേ പാട്ടുകളുണ്ട്. ആ പാട്ടുകളിലൂടെയാണ് അവരെന്നെ അറിയുന്നത്. സ്വാഭാവികമായിട്ട് അവർ അതൊക്കെ വേണം എന്ന് ആവശ്യപ്പെടുമല്ലോ. വലിയൊരാൾക്കൂട്ടം മുന്നിലിരുന്നിട്ട് ഇന്ന പാട്ട് പാട് എന്ന് പറയുമ്പോൾ പാടാതിരിക്കാൻ മാത്രം അഹങ്കാരിയാവാൻ കലാകാരനൊരിക്കൽ പറ്റില്ല. സ്വാഭാവികമായിട്ടും അത് അവിടെ അവതരിപ്പിക്കപ്പെട്ടു. പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് അവരാവശ്യപ്പെട്ട പ്രകാരമാണ്. 100 പൂക്കളെ എന്നുള്ള പാട്ട് അവരാവശ്യപ്പെട്ട പ്രകാരമാണ്. നോർമലി ഞാനങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പരിപാടിക്ക് പോകുന്ന ഒരാളല്ല. കുറേ പാട്ട് 1-2 വിപ്ലവഗാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് നല്ല പാട്ടുകൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവാദം ഉണ്ടാക്കുന്നവർക്ക് അത് മതിയായിരുന്നു, ഈ വിപ്ലവഗാനം മതിയായിരുന്നു വിവാദം ഉണ്ടാക്കാനായിട്ട്. ഈ അലോഷി പാടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിപ്ലവഗാനങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം ആ വേദിയിൽ. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ അലോഷിയെ ഈ ഒരു പരിപാടി ഏൽപ്പിച്ചത്? ആയിരിക്കണ്ടേ. ഈ പരിപാടിയിൽ നിന്ന് പാട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് ക്ഷേത്ര കമ്മിറ്റിയല്ല, എനിക്ക് തോന്നുന്നു അവിടെയുള്ള വ്യാപാരി വ്യവസായി അവരുടെ സംഘടനയാണ് എന്നെ സമീപിച്ചത്. അവർ ഓരോ ദിവസം വഴിപാടായിട്ട് ഓരോ സംഘടന നടത്തുന്ന പതിവാണ് തോന്നുന്നത്. വിപ്ലവഗാനം ആലപിച്ചു എന്നതിന് പുറമെ ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്ന സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഡിവൈഎഫ്ഐയുടെ പതാകകളും ചില മുദ്രാവാക്യങ്ങളെല്ലാമാണ്. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷേത്ര പറമ്പിൽ അല്ലെങ്കിൽ ഉത്സവ പറമ്പിൽ ആദ്യമായിട്ട് വിപ്ലവഗാനം പാടിയ ഒരാളൊന്നുമല്ല ഞാൻ. ഇഷ്ടംപോലെ വിപ്ലവഗാനങ്ങളും നാടകങ്ങളും ഒക്കെ ക്ഷേത്ര ഉത്സവ പറമ്പുകളിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇത് പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് തയ്യാറാക്കി കൊണ്ടുപോയിട്ടില്ല ഞാൻ. ഇതിൻ്റെ പശ്ചാത്തലം അത് നോർമലി അവിടെ 10 എത്രയോ ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കായിട്ട് അവർ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുള്ള വാളാണ് പിറകിലുള്ളത്. അതിന് ടെക്നീഷ്യനായിരിക്കണം ഈ പാട്ടിന് അനുയോജ്യമായത് ഇതായിരിക്കും എന്ന് കരുതി ഇട്ടിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ഒരു ഇതല്ല, അത് സൃഷ്ടിയല്ല, അത് ആ കൊടിയും ഇതൊന്നും. അവിടെ നിരവധി പരിപാടികൾ നടന്നിട്ടുണ്ട്. അല്ല, ഇത് മതപരിപാടി എന്നുള്ള നിലക്കല്ല എൻ്റെ പരിപാടി നടന്നത്. ആചാരങ്ങളും ഇതൊക്കെ അമ്പലത്തിൽ നടക്കുമ്പോൾ തന്നെ ഇത് കൾച്ചറൽ ആയിട്ടുള്ളൊരു വേദി പുറത്ത് അവരൊരുക്കിയിട്ടാണ് ഈ പരിപാടിയൊക്കെ. അത് റാപ്പ് വരെ നടന്നിട്ടുണ്ട് അവിടെ. അതിൻ്റെ കൂട്ടത്തിൽ ഇത് നടന്നു, അത്രേ ഉള്ളൂ. റാഫി കരീം, 24 ന്യൂസ്, കൊച്ചി.